ചരിത്ര പ്രസിദ്ധമായ മണത്തല ജുമാ മസ്ജിദിന് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഹീദ് മണത്തല ഹൈദ്രോസ് കുട്ടി മൂപ്പൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർകളെ സംബന്ധിച്ചുള്ള അല്പം ചരിത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മഹാനവർകൾ സാമൂതിരി രാജാവിന്റെ ചാവക്കാട്ടെ ഗവർണറായിരുന്നു. AD 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് മണത്തല ജുമാ മസ്ജിദ് എന്നാണ് കരുതപ്പെടുന്നത്. ധീരനും മതഭക്തനുമായിരുന്ന ഹൈദ്രോസ് കുട്ടി മൂപ്പനെ ടിപ്പു സുൽത്താന് ഏറെ ഇഷ്ടമായിരുന്നു. വെളിയങ്കോട് ഉമർ ഖാദി റഹിമുള്ള ഇവിടെ സിയാറത്തിന് വരികയും പള്ളി ഭിത്തിയിൽ മൂപ്പനെ കുറിച്ച് 3 വരി അറബി കവിത കോറിയിടുകയും ചെയ്തതായി EK അബ്ദുള്ള മുസ്ലിയാർ രചിച്ച മൗലിദിൽ പറയുന്നുണ്ടത്രേ. ഏകദേശം ഹിജ്റ 1148 മേടം 1-നാണ് ഹൈദ്രോസ് കുട്ടി മൂപ്പന്റെ ജനനം. ചാവക്കാടിന്റെ ചരിത്ര പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുടെ പിതാവ് ഗുരുവായൂരിനടുത്ത് പാലയൂരിലെ അമ്പലത്ത് വീട്ടിൽ കുഞ്ഞിമൂസക്കുട്ടി മൂപ്പരും മാതാവ് നാലകത്ത് ചാന്തിപ്പുറത്ത് ആമിന എന്ന മഹതിയുമാണ്. മഹാനവറുടെ പിതാവ് കുഞ്ഞിമൂസക്കുട്ടി മൂപ്പർ ചാവക്കാടിന്റെ ഗവർണറായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന മൂസക്കുട്ടി മൂപ്പർ കൊച്ചി തക്യാവിലെ അബൂബക്കർ ഹൈദ്രോസ് എന്ന ബമ്പ് തങ്ങളെ ചെന്ന് കണ്ട് സങ്കടമുണർത്തി. അങ്ങനെ ആ മഹാന്റെ പ്രാർത്ഥനയുടെ ഫലമായി മൂസക്കുട്ടി മൂപ്പന് വാർദ്ധക്യമുള്ള സമയത്ത് പിറന്ന മകനാണ് ഹൈദ്രോസ് കുട്ടി മൂപ്പൻ. രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ സാമൂതിരി രാജാവ് കുട്ടിയെ ഏറ്റെടുക്കുകയും കോവിലകത്ത് വളർത്തുകയും ചെയ്തു. സാമൂതിരി രാജാവിന്റെ കാര്യസ്ഥൻ അല്ലെങ്കിൽ ഗവർണറായിരുന്ന മൂസക്കുട്ടി മൂപ്പനായിരുന്നു ചാവക്കാട് ദേശത്തെ 32 ചേരിക്കല്ലുകളിലെ കരം പിരിക്കാനുള്ള ചുമതല. നികുതിയായിരുന്നു രാജാവിന്റെ ഏക വരുമാനം. എന്നാൽ പാവങ്ങളുടെ നടുവടിക്കുന്ന നികുതി സമ്പ്രദായം മനുഷ്യത്വത്തിന് നിരക്കുകയില്ലെന്ന ബോധ്യത്താൽ അദ്ദേഹം കരം പിരിച്ചെടുക്കുന്നതിൽ കൃത്യവിലോപം കാണിച്ചു. അതുകാരണം ഒരിക്കൽ രാജാവ് മൂപ്പനെ വീട്ടു തടങ്കലിലാക്കി. എന്നാൽ പിന്നീട് മോചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഈ അറസ്റ്റും മോചനവും നടന്നത്. പിന്നീട് പിതാവിന്റെ കാലശേഷം പിതാവിന്റെ സ്ഥാനത്തേക്ക് ഹൈദ്രോസ് കുട്ടി മൂപ്പൻ നിയമിക്കപ്പെട്ടു. പിതാവിനെ പോലെ തന്നെ മകനും നിർധനരുടെ നീരൂറ്റുന്ന നിർബന്ധിത നികുതിക്ക് എതിരായിരുന്നു. കണ്ണൂരിൽ അന്തിയുറങ്ങുന്ന സയ്യിദ് മൗലൽ ബുഖാരി റഹിമഹുള്ളയായിരുന്നു മഹാനവറുടെ വഴികാട്ടി. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ കണ്ണൂരിൽ പോയി മൗല തങ്ങളിൽ നിന്ന് ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിക്കുകയും തങ്ങൾ അദ്ദേഹത്തെ ആശീർവദിക്കുകയും പുലിക്കുട്ടിയായി ജീവിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. AD 1766 മുതൽ മലബാർ മൈസൂരിന്റെ അധീനതയിലായി. 9 വർഷം സുൽത്താൻ ഹൈദർ അലിയും 7 വർഷം മകൻ ടിപ്പു സുൽത്താനും ഭരണം നടത്തി. സാമൂതിരി രാജാവ് മൈസൂരിനെ അംഗീകരിക്കുകയും നിശ്ചിത വാർഷിക നികുതി അടക്കാൻ വ്യവസ്ഥ ചെയ്യുകയും ഉണ്ടായി. ഏതാനും വർഷം മുടക്കമില്ലാതെ നികുതി അടച്ചു. പിന്നെ നികുതി നൽകാൻ കഴിയാതെ വന്നു. ചാവക്കാട്ട് നിന്നുള്ള നികുതി വരവ് നിലച്ചതാണ് അതിന് കാരണം. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ കൃത്യവിലോപത്തെക്കുറിച്ച് സാമൂതിരി രാജാവ് ടിപ്പു സുൽത്താനെ അറിയിച്ചു. അന്വേഷണത്തിൽ മൂപ്പരുടെ സത്യസന്ധതയും നീതിനിഷ്ഠയും മതബോധവും അറിഞ്ഞ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് സാമൂതിരിയെ പിന്തിരിപ്പിച്ചു. മൂപ്പനെ മൈസൂരിലെത്തിക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തു. മൈസൂരിലെത്തിയ ഹൈദ്രോസ് കുട്ടി മൂപ്പനും ടിപ്പു സുൽത്താനും ദീർഘമായി സംസാരിച്ചു. മൂപ്പനിൽ ആകൃഷ്ടനായ ടിപ്പു സുൽത്താൻ തന്റെ ഒരു മകളെ വിവാഹം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ ചാവക്കാട്ടേക്ക് പിന്നീട് തിരിച്ചു പോരുകയും ചെയ്തു. മീർഖാൻ സാഹിബായിരുന്നു ടിപ്പു സുൽത്താന്റെ സൈനിക മേധാവി. താൻ മനസ്സിൽ താലോലിച്ച രാജകുമാരിയെ ഹൈദ്രോസ് കുട്ടി മൂപ്പന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന വാർത്ത സാഹിബിന്റെ ചെവിയിലുമെത്തി. അതിനിടെ തന്റെ പുത്രിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ക്ഷണക്കത്ത് ചാവക്കാട്ടേക്ക് എത്തിക്കാൻ ഖാൻ സാഹിബിനെ ടിപ്പു സുൽത്താൻ ചുമതലപ്പെടുത്തി. അയാൾ അവസരം മുതലെടുത്തു. അയാൾ സാമൂതിരിയെ കൂട്ടുപിടിച്ച് കത്തിൽ കൃത്രിമം കാണിച്ച് അതൊരു അറസ്റ്റ് വാറണ്ടാക്കി മാറ്റി. എഴുത്തു വായിച്ച മൂപ്പൻ വിഷണ്ണനായി. കയ്യാമം വെക്കാൻ വന്നവരെ തുരത്തിയോടിച്ചു. പരിഭ്രാന്തരായ സംഘത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് സാമൂതിരി നായർ പടയെ സഹായത്തിനയച്ചു. മൂപ്പനും അനുയായികളും നായർ പടയുമായി ഏറ്റുമുട്ടി. പലരും രക്തസാക്ഷികളായി. അദ്ദേഹം തളർന്നു വീണു. അവശനായ മൂപ്പനെ പല്ലക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ മൂപ്പൻ കുളത്തിൽ ചാടി. ആ കുളം ഇന്ന് ചാട്ടുകുളം എന്ന പേരിൽ അറിയപ്പെടുന്നു. കുന്നംകുളം ഭാഗത്താണ് ആ കുളമുള്ളത്. ആ കുളത്തിൽ ചാടിയ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ പിന്നീട് പൊങ്ങിയത് വീടിന്റെ അടുത്തുള്ള കുളത്തിലാണ്. ഈ 2 കുളങ്ങളും ഇന്ന് പരിപാലിക്കപ്പെടുന്നു. ചാവക്കാട് അങ്ങാടി കഴിഞ്ഞുള്ള ഇടപ്പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അടുത്ത വെള്ളിയാഴ്ച ശത്രുക്കൾ പള്ളിക്ക് ചുറ്റും പതുങ്ങിയിരുന്നു. ജുമാ കഴിഞ്ഞിറങ്ങിയ മൂപ്പന് നേരെ അവർ ചീറിയെടുത്തു. കനത്ത പോരാട്ടത്തിനൊടുവിൽ ഹൈദ്രോസ് കുട്ടി മൂപ്പൻ രക്തസാക്ഷിയായി. അവർ അദ്ദേഹത്തിന്റെ ശിരസ്സറുത്ത് കോവിലകത്തേക്ക് എത്തിച്ചു. കാര്യസ്ഥനെ വധിച്ചതറിഞ്ഞ് സാമൂതിരി സന്തോഷിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉടലറ്റ ശിരസ് കണ്ട് അദ്ദേഹം നടുങ്ങി. അന്ന് രാത്രി പേക്കിനാവുകൾ കണ്ട് സാമൂതിരിയുടെ ഉറക്കം പോയി. നേരം പുലർന്ന പാടെ പ്രായശ്ചിത്തമായി മൂപ്പരുടെ ശിരസ് പട്ടിൽ പൊതിഞ്ഞ് നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്തേറ്റി തബലമുട്ടി പൂർണ്ണ ബഹുമതിയോടെ മണത്തല പള്ളിയിലെത്തിച്ചു. വിശ്വാസികൾ തങ്ങളുടെ നേതാവിന്റെ ശേഷിച്ച ഉടൽ ഭാഗം കബറടക്കാൻ ഒരുങ്ങുന്നതിന്റെ ഇടയിലായിരുന്നു ഈ വരവ്. തലയും ഉടലും തമ്മിൽ അത്ഭുതകരമായി കൂടിച്ചേർന്ന ആ പുണ്യശരീരം പള്ളിയുടെ തെക്ക് ഭാഗത്ത് മറമാടുകയും ചെയ്തു. കൊല്ലവർഷം 967 സുമാർ ഹിജ്റ 1206 മകരം 15-നായിരുന്നു ഈ രക്തസാക്ഷിത്വം. സാമൂതിരി രാജാവിന്റെയും പരിവാരങ്ങളുടെയും അന്നത്തെ വരവാണ് പിന്നീട് ചാവക്കാടിന്റെ ഉത്സവമായി മാറിയത്.
മകരം 15-നാണ് ഈ ആഘോഷം നടക്കാറുള്ളത്. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ അംഗരക്ഷകരായിരുന്ന മേലെപ്പുര, ചഞ്ചേരി, കുങ്കുരി എന്നീ തീയ കുടുംബങ്ങളിൽപ്പെട്ട ചിലർ ഇപ്പോഴും ഹൈദ്രോസ് കുട്ടി മൂപ്പന് വേണ്ടി ബലിതർപ്പണം ഇടാറുണ്ടത്രേ. എല്ലാ വർഷവും മകരമാസത്തിൽ മണത്തല ജുമാ മസ്ജിദിൽ ചന്ദനക്കുടം എഴുന്നള്ളിപ്പും താബൂത്ത് കാഴ്ചയും നടത്തി വരുന്നു. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ജനാസ ഇവിടെ മറമാടിയതിനു ശേഷമാണ് ഈ പള്ളി പിന്നീട് അറിയപ്പെട്ടു തുടങ്ങിയത്. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ സാമൂതിരി രാജാവിന്റെ ചാവക്കാട്ടെ ഗവർണറായിരിക്കുന്ന സമയത്താണ് ടിപ്പു സുൽത്താന്റെ സൈന്യം ചാവക്കാട് പരിസരത്ത് പടയോട്ടം നടത്തിയിരുന്നത്. സാമൂതിരിയുടെ കൂടെ നിന്ന് ടിപ്പു സുൽത്താന്റെ സൈന്യത്തിനെതിരെ പോരാടുന്നത് കണ്ട ടിപ്പു സുൽത്താൻ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ധീരതയിലും കായികാഭ്യാസ കഴിവിലും സ്വഭാവത്തിലും ആകൃഷ്ടനായിരുന്നു. ഹൈദ്രോസ് കുട്ടി മൂപ്പൻ ഖദ്ദസല്ലാഹു സിറോൽ അസീസ് അവരുടെ ചരിത്രം വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടെയാണ് ഈ പ്രദേശത്ത് നേർച്ച നടത്താറുള്ളത് എന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും.